സുന്നി ഐക്യവും പാണക്കാട് തങ്ങളും. ഇത് സസ്യശ്യാമള സുവർണ തുരുത്തായ പാണക്കാട് ഗ്രാമം. ഈ കൊച്ചു ഗ്രാമത്തിന്റെ മടിത്തട്ടിലൂടെ ശാന്തമായി ഒഴുകുന്ന കടലുണ്ട് പുഴ. അതിന് കുറുകെയുള്ള തൂക്കുപാലം. അതിന്റെ ചാരത്തായിത പാണക്കാട് ഗ്രാമത്തിന്റെ ഹൃദയത്തുടിപ്പായി മാറിയ കൊടപ്പനക്കൽ തറവാട്. ഇവിടെയാണ് 1936 മെയ് 4 പാണക്കാട് PMSC പൂക്കോയത്തങ്ങളുടെയും അലവിയ കുഞ്ഞുബീവിയുടെയും പ്രിയപ്പെട്ട മകനായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനിച്ചത്. കേരളീയ സമൂഹത്തിൽ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ഏവർക്കും സുസമ്മതൻ, നന്മകൾ നിറഞ്ഞ മതപണ്ഡിതൻ, പ്രവാചക പരമ്പരയിലെ പ്രഗത്ഭരായ സയ്യിദ്, സുന്നികളുടെ ഐക്യത്തിനു വേണ്ടി കൈരളിയുടെ മണ്ണിൽ അതിയായി ആഗ്രഹിച്ച സമുന്നതനായ നേതാവ്, പക്വമായ സമീപനത്തിലൂടെ പ്രതിയോഗികളോട് പോലും സമാധാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ കേരളീയ രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അധികാര രാഷ്ട്രീയത്തോട് എന്നും മുഖം തിരിഞ്ഞു നിന്ന ഇന്ത്യയിലെ അപൂർവ നേതാക്കളിൽ ഒരാൾ. മദീനയുടെ മലർവനിയിൽ അന്തിയിറങ്ങുന്ന പുണ്യ റസൂൽ പഠിപ്പിച്ച നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവി എന്ന ആശയം പരിപൂർണമായും സമ്മാനിക്കാൻ പറ്റിയ പ്രവാചക സന്താന പരമ്പരയിൽപ്പെട്ട പാണക്കാട് തങ്ങൾ 2009 ആഗസ്റ്റ് 1 രാത്രി 9 മണിയോടടുത്ത സമയം ഈ ലോകത്തുനിന്ന് എന്നേക്കുമായി യാത്രയായി. ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ആ വാർത്തയെത്തി. അതെ, പാണക്കാട് തങ്ങൾ വഫാത്തായി. നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും പതിനായിരങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ലക്ഷ്യം വെച്ച് ഒഴുകിയെത്തി. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നായകന്മാരും മതനേതാക്കളും സമുദായ സ്നേഹികളും സമാധാനപ്രേമികളും പാണക്കാട്ടേക്കൊഴുകി. പതിനായിരങ്ങളുടെ ഇടറുന്ന കണ്ടങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് പാണക്കാട് ഗ്രാമം വിങ്ങിപ്പൊട്ടി. ലോകത്തിന്റെ വിഭിന്ന ദിക്കുകളിൽ തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. മാന്യത നിറഞ്ഞ സൽസ്വഭാവിയായ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി കൈരളിയിലെ ആധികാരിക മുസ്ലിം മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെയും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും അഭ്യർത്ഥന പ്രകാരം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 7000-ഓളം മദ്രസകളിലും സുന്നി സാംസ്കാരിക കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. സുന്നി ഐക്യത്തിനു വേണ്ടിയും ഭിന്നിപ്പുകൾ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയും കഠിനമായി പരിശ്രമിക്കുകയും ഐക്യത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ സ്വന്തം നേതാക്കളെ പറഞ്ഞയക്കുകയും ചെയ്ത മർഹൂം പാണക്കാട് തങ്ങൾ. ഇല്ല, സുന്നി കൈരളിക്ക് പാണക്കാട് തങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഒരുമിക്കാൻ സാധിക്കുന്ന ഒരു വേദിയും പ്രിയപ്പെട്ട തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഇത് മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദു തഖ്വ. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള മംഗലാപുരം മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ മടികൂടാതെ കടന്നുവന്നു. പാണക്കാട് തങ്ങളെന്ന ആ മാന്യതയുടെ പ്രതീകം, ആദർശ കൈരളിയുടെ ആത്മീയ നായകരായ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും മസ്ജിദ് തഖ്വയുടെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ് തഖ്വ
അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു. 10,000 അണിനിരന്ന വിശാലമായ മസ്ജിദു തഖ്വയിൽ നടന്ന പ്രഥമ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകിയത് ആദരണീയരായ പാണക്കാട് തങ്ങളായിരുന്നു. തുടർന്ന് സമസ്തയുടെ സമുന്നതരായ സാരഥികളുമായി സൗഹൃദം പങ്കുവച്ചു. ഇല്ല, സുന്നി സമൂഹത്തിനിത് മറക്കാൻ സാധ്യമല്ല. തുടർന്ന് ആദരണീയരായ താജുൽ ഉലമ ഉള്ളാൻ തങ്ങളുടെ പ്രാർത്ഥനയിൽ പാണക്കാട് തങ്ങൾ പങ്കുചേർന്നു. സുന്നി സമൂഹത്തിന് ആനന്ദവും ആഹ്ലാദവും പകർന്നു നൽകിയ ആ നിമിഷം ഇല്ല, സുന്നി ജനലക്ഷങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല. കാന്തപുരം ഉസ്താദിനോടും സുന്നി നേതാക്കളോടുമൊപ്പം സംഗമിക്കുന്ന നിമിഷങ്ങൾ പാണക്കാട് തങ്ങളുടെ നാവിൽ നിന്നും ഉയർന്നു കേട്ടത് ഐക്യത്തിന്റെ ശബ്ദങ്ങളായിരുന്നു. ഒരു സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഒരു സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. സുന്നി ഐക്യത്തിന്റെ പൂർത്തീകരണത്തിനായി ആഗ്രഹിച്ച പാണക്കാട് തങ്ങൾ എന്നേക്കുമായി യാത്രയായി. തങ്ങളുടെ വഫാത്തറിഞ്ഞപ്പോൾ കാന്തപുരം ഉസ്താദ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പിന്നീട് ശിഹാബ് തങ്ങളുടെ ജനാസക്കരികിലേക്ക് കാന്തപുരം ഉസ്താദ് ഓടിയെത്തി. നിറകണ്ണുകളുമായി പാണക്കാട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും നമസ്കാരവും നിർവഹിച്ചു. اللهم اجعله فداء وفقاء لنا وله من عذاب القبر ومن عذاب النار. اللهم اغفر له بحق القرآن. اللهم وسع قبره بفضل القرآن. اللهم دافع القبر عن ذنبيه ببركة القرآن. اللهم نذر قبره بنور القرآن. اللهم اغفر له وارحمه وبارك على أهله وعياله وإخوته وأخواته وأقاربه يا أرحم الراحمين. اللهم اجمع بيننا وبينه في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران. وصلى الله على سيدنا محمد وآله وصحبه أجمعين. السلام عليكم.
عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സുന്നി ഐക്യത്തിനായി ശബ്ദിച്ച ശിഹാബ് തങ്ങളെക്കുറിച്ചും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഇന്ന് ചോദിക്കാനുള്ളത് കാന്തപുരം ഉസ്താദിനോടാണ്. സുന്നി ഐക്യം വേണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. അതിന് ഒരു പ്രധാന ഘടകമായി ആണ് ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ എല്ലാം സദസ്സിൽ വരുന്നത്. ഈ രണ്ട് സ്ഥലത്ത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിന്റെ അടുത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഞാനും അദ്ദേഹവും ഒന്നായിട്ട് കൂടി ഉദ്ഘാടനം ചെയ്തു. രണ്ടാമതായി മംഗലാപുരത്ത് ഞാൻ തന്നെ സ്ഥാപിച്ച, എന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഒരു വലിയ ജുമാഅത്ത് പള്ളി 5000-ഓളം ആളുകൾ നിസ്കരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഞാനും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും അദ്ദേഹവും എല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. സുന്നികളുടെ ഐക്യത്തിനായി ആഗ്രഹിച്ച പാണക്കാട് തങ്ങൾ സുന്നികളുമായി സൗഹൃദം പങ്കിടാൻ പറ്റിയ ഏതു വേദികളിലും ഓടിയെത്തുമായിരുന്നു. ഇത് ആത്മീയ കൈരളിയുടെ അഭിമാനമായി മാറി മലപ്പുറം സ്വലാത്ത് നഗറിലേക്കൊഴുകിയെത്തുന്ന 10,000ങ്ങളുടെ ആത്മീയ തേജസ്സായി മാറിയ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അതെ സുന്നി സമൂഹത്തിന് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ മറ്റൊരു വേദി കൂടി പാണക്കാട് തങ്ങൾ കൈരളിക്കായി സമർപ്പിച്ചു. മാറി നിൽക്കണം. ആ കസേരന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഓരോ കുത്തും കസേരകളൊക്കെ അവിടെ താറാത്തുകൾ ഇന്ത്യയെ ശേഷം ഇരിക്കുക. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം ഓർമ്മപ്പെടുത്തുന്നു. ഗ്രൗണ്ടിലുള്ള മുഴുവൻ ആളും ഇതിന്റെ നാളെ അവന്റെ പരിശുദ്ധവും പരിപാവനവുമായ ജന്നാത്തുൽ ഫിർദൗസിൽ ആദം ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ഒരുമിച്ചുകൂടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ആമീൻ. അതെ, സുന്നികളുടെ ഐക്യത്തിനു വേണ്ടി ഒത്തൊരുമിക്കാൻ തയ്യാറായ ആദരണീയനായ തങ്ങളുടെ വഫാത്തറിഞ്ഞപ്പോൾ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളും പാണക്കാട്ടേക്ക് ഓടിയെത്തി നിറകണ്ണുകളുമായി പ്രാർത്ഥന നിർവഹിച്ചു. ഇത് കേരള ഹജ്ജ് ഹൌസിന്റെ ഉദ്ഘാടന വേദി. പാണക്കാട് തങ്ങളും കാന്തപുരം ഉസ്താദും ഒത്തുചേർന്ന മറ്റൊരു നിമിഷം. ഹജ്ജ് ഹൌസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ഹജ്ജ് ക്യാമ്പുകളിലും സൗഹൃദം പങ്കുവെക്കാനും സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും പാണക്കാട് തങ്ങളും കാന്തപുരം ഉസ്താദും അവസരം കണ്ടെത്തി. ഇത് 2006 നവംബർ 26 മാധ്യമം ദിനപത്രം.
സൗഹൃദം പങ്കിടാൻ മുസ്ലിം നേതാക്കൾ ഒന്നിച്ച് എന്ന തലവാചകത്തിൽ തുടങ്ങുന്ന വാർത്ത ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും എത്തി സ്റ്റേജിലിരുന്ന് ഏറെ നേരം അവർ കുശലം പറഞ്ഞു. അതിന് കാതോർത്ത് കേന്ദ്രമന്ത്രി അഹമ്മദും. സൗഹൃദ സംഗമത്തിന് മധുരം പകരാൻ PV അബ്ദുൽ വഹാബ് MPക്ക് ആവേശം. ഈത്തപ്പഴവുമായെത്തിയ അദ്ദേഹം ശിഹാബ് തങ്ങൾക്കും കാന്തപുരത്തിനും മധുരം നൽകി. തനിക്ക് കിട്ടിയതിൽ നിന്ന് ഒന്ന് കാന്തപുരം ശിഹാബ് തങ്ങൾക്ക് നീട്ടി. തങ്ങൾ അത് വാങ്ങുമ്പോൾ മധുരനിയന്ത്രണത്തെക്കുറിച്ച് അഹമ്മദിന്റെ ഓർമ്മപ്പെടുത്തൽ പകുതി ചീന്തെടുത്ത് തങ്ങൾ ബാക്കി അഹമ്മദിനും നൽകി. പാണക്കാട് തങ്ങൾ ഉയർത്തിപ്പിടിച്ച സുന്നി ഐക്യം, ആ ഐക്യത്തിന്റെ സന്ദേശവുമായി ആദരണീയരായ ശിഹാബ് തങ്ങളുടെ പിന്നിൽ അണിനിരന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കാന്തപുരം ഉസ്താദിനോടൊപ്പം ഒന്നിച്ചിരിക്കാനും സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും മുന്നോട്ടു വന്നിട്ടുണ്ട്. ഇത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പൂനൂർ ജുമാ മസ്ജിദ്. ഈ മസ്ജിദിന്റെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ الله أكبر الله أكبر الله أكبر الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، وقد جعلت هذه البقعة مسجدا لله تعالى ووقفته مسجدا عن مساعد وباني هذا المسجد وعن أهل الحل والعقد في هذه القرية. ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി എല്ലാവരുടെയും പകരമായി ഈ പള്ളിയോട് കൂട്ടിച്ചേർത്ത് കിഴക്ക് ഭാഗത്ത് ഉണ്ടാക്കിയ പള്ളി താഴെയും മേലെയും കോണിയും എല്ലാം പള്ളിയായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാണ്. കാന്തപുരം ഉസ്താദിന് പിന്നിൽ ജമാഅത്തായി നിസ്കരിച്ച അഹമ്മദ് സാഹിബും പാണക്കാട് തങ്ങളുടെ ഐക്യമെന്ന സമവായമെന്ന സന്ദേശവുമായാണ് ഓടിയെത്തിയത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ യോഗ്യമല്ല. നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാരും അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്മരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുണ്ടാക്കിയ മദ്രസകൾ, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, അവരുണ്ടാക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് ഖുർആനും ദീനിനെയും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് തങ്ങൾ ഉയർത്തിപ്പിടിച്ച സുന്നി ഐക്യമെന്ന ആഗ്രഹവുമായി ഇറങ്ങിത്തിരിച്ച വ്യക്തിത്വമാണ്. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിന്റെ സംഭാവന വലുതന്നെയാണ്. മാത്രമല്ല, അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത്
സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. അതെ, ഈ ഐക്യത്തിന്റെ സന്ദേശങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അലയടിച്ചു. അതിന്റെ ഭാഗമായി മർക്കസ് മഹാസമ്മേളനങ്ങളുടെ പ്രചാരകരായി മുസ്ലിം ലീഗുകാർ മുന്നോട്ടു വന്നു. ഇത് കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി ഉറുമ്പിയിൽ ഏരിയ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സ്ഥാപിച്ച മർക്കസ് സമ്മേളന ബോർഡ് കഴിഞ്ഞില്ല. സുന്നി ഐക്യത്തിന്റെ സന്ദേശവുമായി ഇ അഹമ്മദ് സാഹിബ് കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സംബന്ധിക്കാനായി മർക്കസിലെത്തുകയും ചെയ്തു. ഈ കെ വിഭാഗങ്ങളുടെ ഐക്യത്തിനു വേണ്ടി കഴിഞ്ഞ വർഷം മുസ്ലിം ലീഗ് ഏറെ പരിശ്രമിച്ചിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുന്നിൽ നിർത്തി ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കളമൊരുക്കിയത്. കഴിഞ്ഞ ദിവസം കാന്തപുരം മർക്കസിൽ നടന്ന വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഇ അഹമ്മദ് എത്തിയതോടെ ഐക്യം ഇനിയും ചർച്ചയ്ക്കെടുക്കാമെന്നായി. സുന്നി വിഭാഗത്തിനായി എ പി വിഭാഗത്തിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നുവെന്ന് എ പി വിഭാഗം പറയുന്നു. സുന്നികളുടെ ഐക്യത്തിന് വേണ്ടി മുസ്ലിം കേരളം എന്നും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് അതിനെല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടതാണ്. മറുഭാഗവും കൂടി അതിന് പൂർണ്ണമായും സന്മനസ്സോടെ വന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മർക്കസ് സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആദരണീയരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അഭിമുഖം കഴിഞ്ഞ മർക്കസ് മഹാസമ്മേളന സുവനീറിൽ നൽകുകയും ചെയ്തു. ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന സന്ദേശവുമായി മുസ്ലിം ലീഗ് MLA ആയിരുന്ന സി മോയിൻകുട്ടിയും കാന്തപുരം ഉസ്താദിനോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. വളരെ പരിമിതമായ രണ്ട് വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത്, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ വളരുകയാണ്, പടരുകയാണ്, പന്തലിക്കുകയാണ്. അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രവണതകൾ ഒരു ക്യാൻസർ പോലെ സമുദായത്തിൽ എവിടെയും എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓരായത്തിന്റെ അകൽച്ചയുടെ ഓരായത്തിലൂടെ നമുക്ക് ചോർന്നു പോകുന്നത്, നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ വളരെ വിപുലമായിട്ടുള്ള സാധ്യതകൾ ആണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യധാരയിൽ യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ചുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവകാശ സംരക്ഷണത്തിന്റെ, ഐതിഹാസികമായിട്ടുള്ള അവകാശ സംരക്ഷണത്തിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ, ഐക്യത്തിന്റെ വശം മുറുകെ പിടിക്കാനും പരമാവധി യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താനും അങ്ങയുടെ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തണം എന്നൊരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഈ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ അഗാധതയുടെ അടിത്തട്ടിന്റെ ആഴത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ഐക്യത്തിന്റെ പാശം മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും യോജിക്കാവുന്ന മേഖലകളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും എന്റെ സങ്കല്പത്തിലുള്ളത് രാഷ്ട്രീയമായ യോജിപ്പിന്റെ മേഖലയല്ല.
അതിലപ്പുറം മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തും ആത്മാഭിമാനവും വീണ്ടെടുക്കുന്നതിനു വേണ്ടി ആ അഭിമാനകരമായ അസ്തിത്വം, ഹോണറബിൾ എക്സിസ്റ്റൻസ്, അത് നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള യോജിപ്പിന് നേതൃത്വം കൊടുക്കാൻ ആദരണീയനായ ഉസ്താദിന് സാധിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊന്നാനി മണ്ഡലം എംപിയായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ എല്ലാ മർക്കസ് മഹാസമ്മേളനങ്ങൾക്കും പാണക്കാട് തങ്ങൾ പറഞ്ഞയക്കുമായിരുന്നു. മുസ്ലിം ലീഗ് നേതാവും മുൻ എംഎൽഎയുമായിരുന്ന എം.പി.എം. ഇസ്ഹാഖ് കുരിക്കൽ ഐക്യത്തിന്റെ സന്ദേശവുമായി കടന്നുവന്ന വ്യക്തിത്വമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകണം. അതാണ് നമുക്ക്, അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മോലിയാമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മോലിയാര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് തെറ്റില്ല സഹോദരന്മാരെ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൗലിയാമാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്നൊരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ, ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ, പക്ഷെ അതൊന്നുമില്ലാതെ, ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ, മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ, ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമ്മേളനത്തിൽ കൂടുതൽ വിജയം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തിനാണ് പാണക്കാട് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും അതുപോലെ കേരളക്കരയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും കാന്തപുരം ഉസ്താദുമായും സുന്നി സമൂഹവുമായും സൗഹൃദം പങ്കുവെക്കാനും ഒരുമിച്ചിരിക്കാനും സന്നദ്ധത കാണിക്കുന്നത്? അതെ, മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കും അറിയാം, കാന്തപുരം നേതൃത്വം നൽകുന്ന സുന്നി സംഘശക്തി അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേക വിധേയത്വമോ മറ്റൊരു പ്രസ്ഥാനത്തോട് പ്രത്യേക വിരോധമോ ഉള്ള സംഘടനയല്ലെന്ന്. ഐക്യത്തിന്റെ അടക്കപ്പെട്ട കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയാണ് സുന്നി സമൂഹം ശ്രമിക്കുന്നത്. അത് കാന്തപുരം ഉസ്താദ് തന്നെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളീയ സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണ്. താങ്കളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ലീഗ് എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ലീഗിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ ഒരു നിലപാട് ഇല്ലെന്നുള്ളത് നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നയവൈകല്യങ്ങളും അവരുടെ ചില നീക്കങ്ങളും ശരിയല്ലാതെ വരുമ്പോൾ അവർക്ക് പരാജയം സംഭവിക്കുകയും നേരെ ചൊവ്വെ നടന്നാൽ വിജയം വരികയും ചെയ്യുക. ഇതാണ് അനുഭവം, സത്യവും അതാണ്. അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. മാറ്റം എല്ലാം അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവാം. ഞാൻ നേരത്തെ ചോദിച്ചൊരു ഉപചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് ലീഗ് കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിയുണ്ട്, ലീഗിന്റെ പ്രതിനിധി. ആണവക്കരാർ വിഷയമായിക്കോട്ടെ, ഇസ്രായേൽ ബന്ധമായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ലീഗ് അടുത്തിടെ കൈക്കൊണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഞാനിപ്പോൾ ഒരു മത പ്രവർത്തകൻ എന്ന നിലക്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. അവർ കൈക്കൊണ്ടതിലും ഗുണമുണ്ടാവാം, മറ്റുള്ളവർ കൈക്കൊണ്ടതിലും ഗുണമുണ്ടാവാം. ചിലതെല്ലാം ഗുണമുള്ളതും ചിലതെല്ലാം ദോഷമുള്ളതും ഉണ്ട്.
അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി കൈക്കൊണ്ടത് എല്ലാം ശരിയെന്നും മറ്റൊരു കക്ഷി കൈക്കൊണ്ടത് തെറ്റ് എന്നും പറയാൻ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളുടെ നയത്തിൽപ്പെട്ടതും അല്ല. പൊതുവെ മുസ്ലിം സമുദായത്തിന് ലീഗിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും അതാത് കാലത്ത് ഏറ്റവും അഭികാമ്യമായി തോന്നുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം ലീഗിലും ഉണ്ട്, മറ്റ് പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റേതായി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഒക്കില്ല. രാഷ്ട്രീയം ഇവിടെ വേണം എന്നത് ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് അനിവാര്യമായ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാവുന്നതാണ്, പ്രവർത്തിക്കാവുന്നതാണ്. വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ നേരെ വിപരീതമാണ് സത്യം. ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. ഞങ്ങൾക്ക് മർക്കസ് എന്ന ഈ സ്ഥാപന സമുച്ചയം അതിൻ്റെ കവാടം തുറക്കപ്പെട്ടതാണ്. അവിടെ എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. അവർക്കെല്ലാം അവിടെ പ്രവേശനമുണ്ട്. എന്നും അത് ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ നയം എന്നല്ലാതെ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകമായ മാറ്റമോ ഒരു വിഭാഗത്തോട് അടുപ്പം കുറവോ ഉണ്ട് എന്ന് പറയാൻ ഇത് ഒരിക്കലും തെളിവല്ല. സമാധാനത്തിന്റെ ഐക്യത്തിന്റെ കവാടങ്ങൾ തുറക്കാനായി മുന്നോട്ട് വന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ അനുയായികളോട് സുന്നി ജനലക്ഷങ്ങളുടെ ആധികാരിക ശബ്ദം ആദർശ കൈരളിയിൽ സുന്നി ഐക്യത്തിനായി എന്നെന്നും ശബ്ദിക്കുന്ന കാന്തപുരം ഉസ്താദ്. അപ്പോ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലും സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാൻ തയ്യാറാണ്. പാണക്കാട് തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളെ സുന്നി കൈരളിയുടെ മണ്ണിൽ ആദർശരംഗത്ത് ഒന്നിച്ച് മുന്നേറി ആദർശത്തിന്റെ ശത്രുക്കളെ ഒന്നിച്ചെതിർക്കാൻ ഇനിയും മുന്നോട്ട് ഗമിക്കൂ. സുന്നി ഐക്യത്തിനായി സുന്നികളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്നു. അതൊരളവോളം വിജയിച്ചിട്ടുണ്ടെങ്കിലും ഒരല്പം മാത്രം ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ അനുയായികൾ അത് നടപ്പിൽ വരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേരളം അനുസ്മരിച്ചു. അതെ, മുത്തുനബിയെ മുഹമ്മദ് കാക്ക എന്ന് വിളിച്ച് അപമാനിക്കുന്നവർക്കെതിരെ നമുക്കൈക്യത്തോടെ മുന്നേറാം. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണക്കാരനായ പച്ചയായ മനുഷ്യനാണെന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തിയവർക്കെതിരെ നമുക്ക് ഒന്നിച്ച് ശബ്ദിക്കാം. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി. തിരുനബിയെ സാധാരണ അറബി പയ്യനാണെന്ന് പറഞ്ഞവർക്കെതിരെ നമുക്കൊന്നായി മുന്നോട്ട് ഗമിക്കാം.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എം അക്ബർ എന്ന് പറയുന്ന നേതാവ്, മുജാഹിദ് നേതാവ് പറഞ്ഞു അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. പുണ്യറസൂലിനെ നിസാരപ്പെടുത്തി കാർട്ടൂൺ വരച്ചവർക്ക്, ഓശാന പാടുന്നവർക്കെതിരെ നമുക്കൊന്നിച്ചിറങ്ങാം. അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. സുന്നികളെ, നമ്മുടെ പിഞ്ചുമക്കളെ കഴുത്തുനിരിച്ച് കൊല്ലാൻ വരുന്ന മുജാഹിദ് തീവ്രവാദികൾക്കെതിരെ നമുക്കൊരുമിക്കാം. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തുഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തുഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഓ കേരളീയ സമൂഹമേ, ആദരണീയരായ പാണക്കാട് തങ്ങളെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. ആയിരങ്ങൾക്കത്താണിയായ ആത്മീയ രോഗത്തെ പ്രശോഭിക്കുന്ന പൊൻതാരമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മാതാ അമൃതാനന്ദമയിയോടും ശ്രീമാരോടും കൂട്ടിച്ചേർത്ത് പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ചവർക്കെതിരെ നമുക്കൊന്നിച്ച് മുന്നേറാം. വിശ്വാസത്തിന്റെ പേരിൽ ഭക്തന്മാരടുത്തുകൂടുമ്പോൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല. ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. അതെ, ആ നേതാവിനെ ആക്ഷേപിച്ച മുജാഹിദ് പൗരോഹിത്യം ഇതാ വീണ്ടും പറയുന്നു. തങ്ങളെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. തങ്ങളെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. വരൂ സുന്നികളെ, നബിയെ നിസാരപ്പെടുത്തിയ, തിരുനബിയുടെ സന്താനങ്ങളെ ആക്ഷേപിച്ച ഈ പുത്തൻ ചിന്താഗതിക്കാർക്കെതിരെ നമുക്ക് ഐക്യത്തോടെ മുന്നേറാം. വരൂ, നമുക്കൊരുമിച്ച് ചേരാം. നാഥനായ അല്ലാഹുവിന്റെ മാർഗത്തിലായി പ്രാർത്ഥിക്കാം. നമുക്ക് സുന്നി ഐക്യത്തിന്റെ പൂർത്തീകരണത്തിനായി ഒന്നിച്ചു മുന്നേറാം. നമുക്ക് ആദർശ കൈരളിയിൽ.